What's up people, welcome back to my channel Life of Yasii. അപ്പോൾ how you all doing? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ ഉള്ളത് എന്റെ വീട്ടിലാണ്. ദേ എന്റെ ഒപ്പം ആരാണുള്ളത് നോക്കേ. അത് നമ്മുടെ കമലഹാസൻ തന്നെയല്ലേ? മുഖം കാണിച്ചു കൊടുക്കടാ, കുറെ നാളായില്ലേ നീ വീഡിയോയിൽ വന്നിട്ട്. കാണിക്കടാ ഗായ്സ്. ആരോമല് കുറെ നാളുകൾക്ക് ശേഷം എന്റെ വീഡിയോയിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതിന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, പാവം. പിന്നെ ഇതവന്റെ ഫ്രണ്ടാണ് നീൽ കമൽ ബ്രോ. അപ്പോ എന്താ നമ്മുടെ പരിപാടി? നമ്മളെ എവിടെ പോന്നെ? അല്ലെങ്കിൽ ഇപ്പൊ പറയണ്ടല്ലേ? അതെ, ഒരു പഴയ സാധനം കൊണ്ടുവരാനായിട്ട് പോവാണ്. ഞങ്ങള് ഒരു സ്ഥലം വരെ പോവാണ്. ദേ ഇവിടെ എന്റെ കസിൻസ് ഒക്കെ ഉണ്ട്, 2 കുഞ്ഞു പിള്ളേര്. അബ്ദുള്ള, സുഖമാണോ നിനക്ക്? പുള്ളി പേടിച്ചിരിക്കുകയാണ്. ഇത് ആദില, ഇത് അവന്റെ ഇത്തയാണ്. അപ്പൊ ഞങ്ങള് പോയിട്ട് വരട്ടെ. ടാറ്റാ. അപ്പോ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ കൊട്ടിയം മയനാട് റോഡിലാണ്. ഞാന് ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തിനാ ശരിക്കും വന്നേ? എങ്ങനെ ഇരിക്കണം? കഴിഞ്ഞ വീട്ടിൽ ഒരു പഴയ സാധനത്തിന്റെ കാര്യം പറഞ്ഞിട്ട്, പഴയ സാധനത്തിന്റെ കാര്യം. ഏത് ബൈസൈക്കിൾ ടൂറിന്റെ വീഡിയോയിലാ? അത് തന്നെ. പൊന്നോ കൊടുക്കത്താ. പിന്നെ ഈ ഒരു കടയിലുണ്ട്, നമ്മളത് എടുക്കാനായിട്ട് വന്നു. അതെ, ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ എന്റെ പഴയ സൈക്കിള് റീബിൽഡ് ചെയ്യാൻ പോവാന്നും പറഞ്ഞൊരു പ്രോമോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മള് സൈക്കിൾ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മേടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇത് മയനാടുള്ള മധുചേട്ടന്റെ ഷോപ്പാണ്. ഈ ചേട്ടനാണ് നമുക്ക് സൈക്കിളൊക്കെ പണിഞ്ഞു തന്നത്. ചേട്ടാ, എന്റെ സൈക്കിൾ റെഡിയായോ? ശരിയായിട്ടുണ്ടോ? ഇതേണ്ടേ, ഈ ഇരിക്കുന്നതാണ് എന്റെ സൈക്കിള്. പണിഞ്ഞ് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടില്ല, ഇനി പെയിന്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാം. നമ്മുടെ ആരോമല് സൈക്കിൾ ഒന്ന് ട്രയൽ എടുക്കുവാണ്. പോയിട്ടൊക്കെ വാ, തിരിച്ചുകൊണ്ട് വരണേടേ. ഗൈസ്, ആക്ച്വലി നമ്മുടെ ബൈസൈക്കിൾ ടൂർ കഴിഞ്ഞതിന് ശേഷം എനിക്ക് സൈക്കിളിനോടുള്ള ക്രേസ് വീണ്ടും ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിത് വീണ്ടും ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നത്. ഇതെന്റെ റൂമിൽ ഹാങ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഞാനത് കളഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, റൂമിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇത് ശരിയാക്കി എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാനൊരു 2 ആഴ്ച മുമ്പ് കൊണ്ട് കൊടുത്തതാണ്. പിന്നെ നമ്മുടെ ബൈസൈക്കിൾ ടൂറിന്റെ എപ്പിസോഡ് 2 പെൻഡിങ്ങിലാണ്. സംഭവം ഞാനത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. പക്ഷേ എഡിറ്റിംഗ് ആപ്പ് ക്രാഷായി. ഇൻഷോട്ടൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം, അത് ചെറിയൊരു ക്രാഷ് വന്നു. പക്ഷെ എന്തായാലും അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എന്റെ സൈക്കിള് തിരിച്ചു വന്നിരിക്കുകയാണ്. ആരോമല, എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഇപ്പൊ കിട്ടിയവരൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ടാവൂലേ? താൻ തൊട്ടെന്റെ പാഞ്ചി പറഞ്ഞേ. താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണ പോലെ ടീം 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 എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇത് കഷ്ടപ്പെട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പൊ ഇനി ഇതിന്റെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പെയിന്റിംഗ് വർക്കും പിന്നെ ഗിയർ സെറ്റിന്റെ ഒരു പരിപാടിയാണ്. അത് നമുക്ക് ഉടനെ ചെയ്യാം. തൽക്കാലം ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഞാനിവിടെ ഈ സൈക്കിള് ശരിയാക്കാൻ വന്ന ഒരു ടൈമില് ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇത്രയും പൈസ കൊടുത്തത് ശരിയാക്കേണ്ട കാര്യമൊന്നുമില്ല, സെക്കൻഡ് ഹാൻഡ് ഗിയർ സൈക്കിളൊക്കെ ഉണ്ട്, തരാം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാനാണ് പറഞ്ഞത് വേണ്ട, ഇത് തന്നെ ശരിയാക്കി തരാൻ. കാരണം എനിക്ക് ഇതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണല്ലോ. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. അതല്ല, ഇത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്, അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ പണിഞ്ഞ് ഇറക്കിയത്. എല്ലാം ചെയ്തു തരുമോ? ഇനി നമ്മൾ ഇതിൽ ഡിസ്കും ഗിയറും എല്ലാം കയറ്റണം. ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ പണി ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല, ഇനിയും റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഞാൻ ചേട്ടനെ ഒന്ന് സെറ്റിൽ ചെയ്യട്ടെ. പാവപ്പെട്ടൻ കുറെ കഷ്ടപ്പെട്ട് പണിഞ്ഞിട്ടുണ്ട്. ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് പണിഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ അടുത്തുള്ള ആൾക്കാർക്ക് സൈക്കിള് പണിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചേട്ടന്റെ കടയിലോട്ട് വന്നാൽ മതി, നല്ല അടിപൊളിയായിട്ട് പണിഞ്ഞു തരും. അപ്പോൾ താങ്ക് യു കേട്ടോ. ഇത് 50 രൂപയുണ്ട്, സൂക്ഷിച്ച് ചെലവാക്കണം. കുറെ കാശ് കിട്ടിയെന്ന് കരുതി വെറുതെ അറമാദിക്കരുത്. അങ്ങനെ ഇത് തിരിച്ച് വർക്കിംഗ് ആയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെന്താ പറയാ, കയ്യിൽ കാശുണ്ടെങ്കിൽ ആർക്കും പുതിയ സാധനം സ്വന്തമാക്കാൻ പറ്റും. പക്ഷെ കൂടെ ഉള്ള ഒന്നിനെ എന്നും പുതിയതായിട്ട് നിലനിർത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീയോ? നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പോ
എന്താ പറയാ, അപ്പൊ നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യാണ്, തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി ഇതിന്റെ പെയിന്റിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നോക്കട്ടെ, വീഡിയോ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. വേറെ ആൾക്കാർക്ക് കഥകൾ വല്ലതും പറയാനുണ്ടാവും. ഇതിനെ കുറിച്ച് കഥകൾ പറയാനുള്ളൂ. എന്റെ ലൈഫിൽ നടന്ന 1-2 മൊമെന്റ്സിന് സാക്ഷിയായത് ഇതൊരെണ്ണം മാത്രമാണ്. ചില കാര്യങ്ങൾ പുറത്തിറങ്ങി എന്താ പറയാ, അങ്ങനെ കുറച്ച് എനിക്കിതുവരെ കുറെ മെമ്മറീസ് ഒക്കെ ഉണ്ട്. ഞാനത് അപ്പൊ ഏതായാലും നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാം. നമ്മള് 2 വണ്ടിയിലാണ് വന്നത്. അവന്റെ ഡൊമിനാർ അവിടെ ഇരിപ്പുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ വണ്ടി ഓടിച്ചങ്ങ് പൊക്കോളും. ഞാനിത് ചവിട്ടി വീട്ടിലോട്ട് വെക്കാം. എന്റെ വീട് ഇവിടുന്ന് ഏകദേശം 1.5-2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ ഞാനിവിടുന്ന് ചവിട്ടി വീട്ടിലോട്ട് പോവാം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഇതിലേക്കൊന്ന് കയറാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒന്ന് ചവിട്ടി നോക്കട്ടെ, പഴയ ആ ഒരു ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഗായ്സ്, വർഷങ്ങൾക്ക് ഇപ്പുറം ഇത് ഓടിച്ചിട്ട് എനിക്ക് ആ പഴയ ആ ഒരു സെയിം ഫീൽ തന്നെയാണ് കിട്ടുന്നത്. അടിപൊളിയായിട്ടുണ്ട്. മഴയുണ്ട് കേട്ടോ നല്ല. ഇനി നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, വീട് തൊട്ടടുത്താണ്. ഇനി ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഇതാണ് ഗൈസ് സുഗതമുക്ക്. ഇവിടുന്നാണ് എന്റെ വീട്ടിലേക്ക് പോകേണ്ടുള്ളത്. ഇത് ഇറക്കിക്കൊണ്ടുവന്ന സമയം ഏതായാലും കൊള്ളാം. നല്ല മഴയും ഉണ്ട്, കൂടെ നല്ല അടിപൊളി ഓഫ് റോഡ്. ഇത് ശരിക്കും ഓഫ് റോഡൊന്നും അല്ല കേട്ടോ, റോഡ് പണിക്ക് മുന്നോടിയായിട്ട് വെട്ടിപ്പൊളിച്ചിട്ടേക്കുന്നേ. കുറെ നാളായി. ഇതിനി എന്ന് ശരിയാക്കി എടുക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ ഒരു സാധനം പഴയതുപോലെ വർക്കിംഗ് കണ്ടീഷനിൽ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് അബ്ജോടാണ്. കാരണം ഞാനത് ശരിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി അതിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നു. എനിക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലല്ലോ, ഐ എം സ്റ്റിൽ എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ പേരൻസിനെ ആശ്രയിച്ചാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ അവരെനിക്ക് അതിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വീടെത്തിയിരിക്കുകയാണ്. ഇതവിടെ കൊണ്ടുവച്ചിട്ട് അവരുടെയൊക്കെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. അമ്മച്ചി വന്നു ഞാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ വീടെത്തി. വിളിക്കടേ, എന്റെ സൈക്കിൾ തിരിച്ചു വന്നു. എങ്ങനെയുണ്ടെന്ന് നോക്കി എല്ലാരും വന്നു. അപ്പൊ ഇവര് പോവാണ്. ടാറ്റാ. ഇനി എന്നാ കാണുന്നേ? ഞാൻ നാളെ പോവും. നാളെ തിരിച്ച് എനിക്ക് കോട്ടയത്ത് പോകണം. അപ്പൊ ഞാൻ നാളെ പോവും. അപ്പൊ ബ്രോ കാണാം. ഈ ബ്രോയെ ഞാൻ ഇന്നാ പരിചയപ്പെടുന്നത്. ആരോമല് പോവാണ് ഗൈസ്. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല. മസാല ദോശയാ? ആലോചിക്കട്ടെ. നീ വന്നാ മേടിച്ചുതരാം. അബ്ദുള്ള വാങ്ങി. ഇക്കവിടെ സൈക്കിൾ വന്ന്. എങ്ങനെയുണ്ട് സൈക്കിൾ? എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊച്ചിന് റിയാക്ഷൻ ഇല്ലല്ലോ. കൊച്ചിന്റെ ഹാൻഡിലൊക്കെ ജസ്റ്റ് ഒന്ന് തുരുമ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് റീപെയിന്റ് ചെയ്തെടുക്കാം. ഹാൻഡിൽ റീപെയിന്റ് ചെയ്തെടുക്കാം അല്ലേ? കംപ്ലീറ്റ് ഒന്ന് റീപെയിന്റ് ചെയ്യണം. ഞാൻ വീണ്ടും ബ്ലാക്ക് തന്നെ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആരോമല ഇതൊക്കെ കളയും, എന്നിട്ടൊരു സൈക്കിൾ മേടിച്ചു വെക്കി. അതാകുമ്പോ എണ്ണ പോലും അടിക്കണ്ട, ലാഭമാണ്. BMW സൈക്കിളാ. നീ പൊക്കോ, നീ അധിക ചെലവാ. നീ പൊക്കോ. ഒന്ന് പിരിഞ്ഞു പോവാ എന്റെ മാഷേ, സമയം കുറെ ആയില്ലേ. ശരിയെങ്കിൽ ബൈ. ആരോമൽ ശേഖർ പോയിരിക്കുകയാണ്. ഇത് എന്റെ സിസ്റ്ററാണ്. ഇവർക്കാർക്കും വീഡിയോയുടെ മുമ്പിൽ വരാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്ത് തോന്നുന്നു ഇത് തിരിച്ചു വന്നതില്? സന്തോഷമാ? ഓ, പൂച്ചയോ? എവിടെ? അപ്പുറത്തോ? ദേ പോണു പൂച്ച. വരുന്നോടോ? ഓടാണ്, പുലിയാണോ ഇത്? ഞാൻ വീഡിയോ എടുക്കുന്നോണ്ട് ഇവരാരും വെളിയിലോട്ട് ഇറങ്ങി വരുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിരിച്ചു വന്നതിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ വിശേഷങ്ങൾ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കോമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തി എന്നെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ എന്താ പറയുക, നമ്മുടെ ബൈസൈക്കിൾ ടൂറിന്റെ എപ്പിസോഡ് 2 ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ടെക്നിക്കൽ എറേഴ്സ് മൂലമാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ഉടനെ തന്നെ അത് വരുന്നതായിരിക്കും. അപ്പോൾ see you all now next video and this is me Yasii signing off. Bye bye.